നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വിദ്യാഭ്യാസ ചിന്തകർ ഗിജുഭായ് ബത്തേക്ക, താരാഭായ് മോദക്, ജോൺ ഡൂയി, ജോൺ ലോക്ക്, ഹെർബർട്ട് സ്പെൻസർ, പൗലോ ഫ്രയർ, രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, അരബിന്ദോ ഘോഷ്. ഗിജുഭായ് ബത്തേക്ക കാലഘട്ടം 1885 മുതൽ 1939 വരെ. മുച്ചലിയമ്മ മീശയുള്ള അമ്മ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളാണ് പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനായ ഗിജുഭായ് ബത്തേക്ക. 1920 ഭാവ്നഗറിൽ അദ്ദേഹം സ്ഥാപിച്ച പ്രീ പ്രൈമറി സ്കൂളായ ബാൽ മന്ദിറിൽ മുഴുവൻ സമയ അധ്യാപകനാകാൻ അദ്ദേഹം തൻ്റെ അഭിഭാഷക ജീവിതം ഉപേക്ഷിച്ചു. ബത്തേക്ക തൻ്റെ ദിവാസ്വപ്ന ഗുജറാത്തി എന്ന പുസ്തകത്തിൽ തൻ്റെ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളെക്കുറിച്ച് എഴുതി. അത് പിന്നീട് പല ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ബത്തേക്ക വിശ്വസിച്ചിരുന്നു. താരാഭായ് മോദക് കാലഘട്ടം 1892 മുതൽ 1973 വരെ. 1921 രാജ്കോട്ടിലെ ബാർട്ടൺ ഹീമെൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ആദ്യ ഇന്ത്യൻ പ്രിൻസിപ്പൽ ആയിരുന്നു. മറിയ മോണ്ടിസോറിയുടെ രചനകളുടെ സ്വാധീനത്താൽ 1923 ജോലി രാജിവെച്ച് ഭാവ്നഗറിലെ ഗിജുഭായ് ബത്തേക്കയുടെ സ്കൂളിൽ ചേർന്നു. പ്രീ പ്രൈമറി സ്കൂൾ തലത്തിലെ അധ്യാപന ട്രെയിനിങ്ങിനായി അവർ ഗിജുഭായ് ബത്തേക്കയുമായി ചേർന്ന് 1926 നൂതൻ ബാല ശിക്ഷൻ സംഘ് NBSS സ്ഥാപിച്ചു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് പാവപ്പെട്ടവർക്കും അധസ്ഥിതർക്കും തുല്യ അവകാശമുണ്ടെന്ന് താരാഭായി ശക്തമായി വിശ്വസിച്ചു. ഉയർന്ന പഠന ചെലവ് കാരണം മോണ്ടിസോറിയുടെ രീതികൾ വ്യാപകമായി ഉപയോഗിക്കാനായില്ല. ഇത് അംഗൻവാടി എന്ന ആശയത്തിലേക്ക് താരാഭായിയെ നയിച്ചു. ആദിവാസി മേഖലയിലാണ് താരാഭായ് തൻ്റെ സ്കൂൾ സ്ഥാപിച്ചത്. അവരുടെ വൈജ്ഞാനിക കഴിവുകളും മോട്ടോർ കഴിവുകളും വികസിപ്പിക്കുന്നതിനായി അവരുടെ ദൈനംദിന ജീവിതവുമായി അടുത്ത ബന്ധമുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. കല്ല്, കളിമണ്ണ്, പൂക്കൾ, ഇലകൾ, പച്ചക്കറികൾ തുടങ്ങി പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് അവർ കുട്ടികൾക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി. കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും ആരോഗ്യം, ശുചിത്വം, പോഷകാഹാരം എന്നിവയെക്കുറിച്ച് അവബോധം നൽകി. താരാഭായിയുടെ സ്കൂളുകൾ വളരെ വിജയകരവും ജനപ്രിയവുമായിരുന്നു. ഈ മാതൃക സർക്കാർ സ്വീകരിക്കുകയും രാജ്യവ്യാപകമായി ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നാണ് ICDS. താരാഭായ് മോദക്കിനെ 1962 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ജോൺ ഡൂയി കാലഘട്ടം 1859 മുതൽ 1952 വരെ. ജീവൻ തന്നെ വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച വിഖ്യാത ദാർശനികനാണ് ജോൺ ഡൂയി. ഉപയോഗപ്രദമായ എന്തും തുല്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന തത്വചിന്തകൻ ജോൺ ഡൂയി. ജീവിതം നിരന്തരമായ പരീക്ഷണ പ്രക്രിയയാണ്, അത് എപ്പോഴും കർമ്മനിരതമായിരിക്കണം. ജോൺ ഡൂയി അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്ര ചിന്തകൾ പ്രയോഗവാദം, പ്രാഗ്മാറ്റിസം എന്ന പേരിലാണ് പ്രശസ്തി ആർജിച്ചത്. യുദ്ധചിന്തനത്തിന് പ്രാധാന്യം കൊടുത്ത തത്വചിന്തകനാണ് ജോൺ ഡൂയി. ഓരോ കുട്ടിയുടെയും നിലവിലുള്ള ശേഷികളും നൈപുണ്യങ്ങളും വ്യത്യസ്തമാവുമെന്നതുകൊണ്ട് തന്നെ പൊതുവായി പഠനോദ്ദേശങ്ങൾ നിർണ്ണയിക്കുന്നത് ശരിയല്ല എന്നഭിപ്രായപ്പെട്ടത് ജോൺ ഡൂയിയാണ്. ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ ദാർശനികനാണ് ജോൺ ഡൂയി. നീതിപൂർണമായ ഒരു സമൂഹാവസ്ഥയുടെ സൃഷ്ടിയാകണം വിദ്യാഭ്യാസം. ജോൺ ഡൂയി. ജോൺ ഡൂയിയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെടുന്നത് പുരോഗമനവാദം, പ്രോഗ്രസിവിസം, പ്രയുക്തവാദം, പ്രാക്ടിക്കലിസം, പരീക്ഷണവാദം, എക്സ്പെരിമെൻ്റലിസം. ജോൺ ഡൂയിയുടെ പ്രധാന വിദ്യാഭ്യാസ ചിന്തകൾ:
കുട്ടിയുടെ അടിസ്ഥാന പ്രകൃതം സൃഷ്ടിപരവും പ്രകടനപരവും ആകാംക്ഷ നിറഞ്ഞതുമാണ്. അത് പ്രയോജനപ്പെടുന്നതാവണം വിദ്യാഭ്യാസം. സാമൂഹ്യ ജീവിതം ഏറ്റവും മികച്ചതാക്കാൻ വേണ്ട നൈപുണികളും ശേഷികളുമാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം സ്വായത്തമാക്കേണ്ടത്. ജനാധിപത്യമാണ് ഫലപ്രദമായ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനശില. ജനാധിപത്യ പരിശീലന കളരിയാകണം വിദ്യാലയങ്ങൾ. തുല്യതയും സഹകരണവുമാണ് ജനാധിപത്യത്തിൻ്റെ മുഖ്യ ആശയങ്ങൾ. വിദ്യാലയ പ്രവർത്തനങ്ങളിൽ അത് പ്രകടമാക്കണം. ഉപയോഗയോഗ്യതയാണ് ജോൺ ഡ്യൂയിയുടെ മുഖ്യ പാഠ്യപദ്ധതി പരിഗണന. കുട്ടിയുടെ വികാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി പാഠ്യപദ്ധതി ക്രമീകരിക്കണം. കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് അഭിരുചികൾക്കും അനുസരിച്ച് അയവുള്ളതാവണം പാഠ്യപദ്ധതി. അനുഭവാധിഷ്ഠിതമാകണം പഠനം എന്ന് ഡ്യൂയി നിഷ്കർഷിച്ചു. നോളജ് ഗെയിൻഡ് ത്രൂ എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ് അണ്ടർസ്റ്റുഡ്, മോർ യൂസ്ഫുൾ ആൻഡ് റീറ്റേൺഡ് ലോങ്ങർ. പ്രശ്ന പരിഹരണവും പ്രോജക്റ്റുകളുമാണ് പഠനരീതിയിൽ ഡ്യൂയി നിർദ്ദേശിച്ചത്. ഡ്യൂയിയുടെ പ്രധാന കൃതികൾ: വിദ്യാലയവും സമൂഹവും, ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി, വിദ്യാലയവും കുട്ടിയും, ദ സ്കൂൾ ആൻഡ് ദ ചൈൽഡ്, നാളത്തെ വിദ്യാലയം, സ്കൂൾ ഓഫ് ടുമാറോ, വിദ്യാഭ്യാസം ഇന്ന്, എഡ്യൂക്കേഷൻ ടുഡേ, ജനാധിപത്യവും വിദ്യാഭ്യാസവും, ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ജോൺ ലോക്ക്. കാലഘട്ടം 1632 മുതൽ 1704 വരെ. ജനിക്കുമ്പോൾ ശിശുവിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് ഇതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നതെന്നും അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവാണ് ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ സിദ്ധാന്തം ടാബുല റാസ തിയറി, മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്ലേറ്റ്. ജോൺ ലോക്കിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കർത്തവ്യം ഉത്തമശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നന്മയായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. ഹെർബർട്ട് സ്പെൻസർ. കാലഘട്ടം 1820 മുതൽ 1903 വരെ. സ്പെൻസറുടെ കാഴ്ചപ്പാടിൽ സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ പഠിക്കാനുള്ള കളരിയായി കരുതുന്നത് കുടുംബമാണ്. കഠിന ശിക്ഷകൾ കൊടുത്ത് കുട്ടികളിൽ അച്ചടക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരുമാണ് ആദ്യമായി മനഃശിക്ഷണം പാലിക്കേണ്ടത്. എന്നാൽ കുട്ടികളും അതേപടി വളരും. പ്രകൃതി നൽകുന്ന ശിക്ഷ കുട്ടികളിൽ ആത്മശിക്ഷണം വളർത്തും. ഉദാഹരണമായി, സാധനങ്ങൾ കുഴച്ചു മറിച്ചാൽ അവനെ കൊണ്ട് തന്നെ അവ അടുക്കി വയ്പ്പിക്കണം. ഇതിനൊന്നും കഠിന ശിക്ഷ നൽകരുത്. സ്പെൻസർ രചിച്ച കൃതികളാണ് ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, എഡ്യൂക്കേഷൻ, ഇൻ്റലക്ച്വൽ, മോറൽ ആൻഡ് ഫിസിക്കൽ. പൗലോ ഫ്രയർ. കാലഘട്ടം 1921 മുതൽ 1997 വരെ. നിഷ്ക്രിയമായ പരമ്പരാഗത വിദ്യാഭ്യാസ ചിന്തകളിൽ നിന്ന് മാറി വിദ്യാഭ്യാസത്തിൽ നൂതനാശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പൗലോ ഫ്രയർ. വിദ്യാഭ്യാസം വിമോചനത്തിന് വിധേയമാകണമെന്ന് വിശ്വസിച്ചിരുന്ന ദാർശനികനാണ് പൗലോ ഫ്രയർ. ആധുനിക വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പൗലോ ഫ്രയർ അഭിപ്രായപ്പെട്ടത്, ഇന്ന് വിദ്യാഭ്യാസം സമൂഹത്തിന് രൂപം നൽകുകയല്ല, നേരെ മറിച്ച് അധികാരത്തിലിരിക്കുന്നവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമൂഹം വിദ്യാഭ്യാസത്തിന് രൂപം നൽകുകയാണ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. പൗലോ ഫ്രയർ. ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാംസ്കാരിക നവീകരണമായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. നിലവിലുള്ള പഠനരീതി അറിവുകൾ കുത്തിനിറയ്ക്കുന്ന ബാങ്കിങ് രീതിയാണ് എന്നഭിപ്രായപ്പെട്ടത് പൗലോ ഫ്രയറാണ്. ഫ്രയറുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ. വിമർശനത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിൻ്റെയും കാതലായി ഫ്രയർ നിരീക്ഷിച്ചു. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി ഉള്ളടക്കമാണ് ഫ്രയർ വിഭാവനം ചെയ്തത്. അമൂർത്ത ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസം നൽകേണ്ടത്. കൂട്ടായ അന്വേഷണവും സംവാദവും ആശയവിനിമയമാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രയറുടെ പ്രശസ്ത കൃതിയാണ് പെഡഗോഗി ഓഫ് ദ ഓപ്രസ്, മർദ്ദിതരുടെ ബോധനശാസ്ത്രം. പൗലോ ഫ്രയറിൻ്റെ മറ്റു പുസ്തകങ്ങൾ: എഡ്യൂക്കേഷൻ ഫോർ ക്രിറ്റിക്കൽ
കോൺഷ്യസ്നസ്, കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, ദ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ. രവീന്ദ്രനാഥ് ടാഗോർ. കാലഘട്ടം 1861 മുതൽ 1941 വരെ. ഭാരതീയ തത്വചിന്തയിലും സംസ്കാരത്തിലും അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന ടാഗോർ സാർവദേശികതയാണ് പ്രഥമമായി കണ്ടത്. ഭാരതീയ സംസ്കാരത്തെ ലോക സംസ്കാരത്തിൻ്റെ ഭാഗമായി ടാഗോർ പരിഗണിച്ചു. അന്തർദേശീയ സഹകരണം, വിശ്വപൗരത്വം തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ട് വച്ച ദേശീയവാദിയായിരുന്നു ടാഗോർ. മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചത് ടാഗോറാണ്. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യം മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷ സാധ്യമാക്കണമെന്നും പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ വിജ്ഞാനത്തെയും ആർജിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും നല്ല മാധ്യമമാണ് ഇംഗ്ലീഷ് എന്നഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോറാണ്. സ്കൂളിനെ വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ടാഗോർ സ്ഥാപിച്ച വിദ്യാലയം ശാന്തിനികേതൻ. ശാന്തിനികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷം 1921. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യം യത്ര വിശ്വം ഭവനേക നീഢം, ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെയാകുന്നു. ശാന്തിനികേതൻ, ശിക്ഷാഭവൻ കോളേജ്, കലാഭവൻ സംഗീതം നൃത്തം, ശില്പഭവൻ കൈത്തൊഴിൽ, വിനയഭവൻ അധ്യാപക പരിശീലനം. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ. ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഭാവനാശേഷി, സർഗപരത, യുക്തിചിന്ത തുടങ്ങിയ ബൗദ്ധിക ശേഷികൾ വികസിപ്പിക്കണം. കുട്ടിക്ക് തൻ്റെ പഠനരീതികൾ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവണം. വിശ്വമാനവികതയോട് ആദരവും സ്നേഹവും വികസിപ്പിക്കണം. മാതൃഭാഷയാകണം ബോധന മാധ്യമം. തദ്ദേശീയമായ അറിവുകൾക്കൊപ്പം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും നൈപുണ്യം നേടണം. മാനസികവും സദാചാരപരവുമായ വികാസം സാധ്യമാക്കണം. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് വൈവിധ്യമുള്ള പഠന വിഷയങ്ങൾ വേണം. ക്ലാസ് മുറിക്കപ്പുറത്ത് വിശാലമായ ലോകമാണ് കുട്ടികൾ പഠന വിഷയമാക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ. കാലഘട്ടം 1863 മുതൽ 1902 വരെ. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ ചെയ്യേണ്ടത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന ജനങ്ങളുടെ സേവനത്തിനായി സന്നദ്ധതയോടെ മുന്നോട്ട് വരണം. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ അധ്യാപനം വിജയമാകുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയാണ്. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകേണ്ട ഗുണങ്ങൾ ആത്മീയത, വ്യക്തിത്വം, മനുഷ്യത്വം. ഒരു ചെടി വളരുന്നത് പോലെ കുട്ടിയും വളരുമെന്നും അധ്യാപകന് ഒരു തോട്ടക്കാരൻ ചെയ്യുന്നതുപോലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്ന ചുമതല മാത്രമേ ഉള്ളൂ എന്നും വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടു. അറിവുകൾ ജന്മസിദ്ധവും അന്തർലീനവുമാണ്. അതിനെ പുറത്തു കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. കായിക ശേഷികളുടെ വികാസം, സന്മാർഗ വിദ്യാഭ്യാസം, തൊഴിലഭ്യാസനം, ബ്രഹ്മചര്യം തുടങ്ങിയവ വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ്. ദേശീയബോധം, സ്വാതന്ത്ര്യബോധം, ശാസ്ത്ര വേദാന്ത സമന്വയം തുടങ്ങിയവയ്ക്കും അദ്ദേഹം ഊന്നൽ കൊടുത്തു. സ്ത്രീ പുരുഷ തുല്യത, സമസ്ത ജനങ്ങളുടെയും സാഹോദര്യം, ക്ഷേമം എന്നീ ആശയങ്ങളും സ്വാമി വിവേകാനന്ദൻ മുന്നോട്ട് വച്ചു. വിദ്യാഭ്യാസത്തെ വിവേകാനന്ദൻ നിർവചിച്ചത്. വിദ്യാഭ്യാസം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ദൈവിക സമ്പൂർണതയുടെ പ്രകാശനമാണ്. കേവലം സാക്ഷരത വിദ്യാഭ്യാസമേ അല്ല. പദങ്ങൾ പഠിച്ചതുകൊണ്ടോ ആശയങ്ങൾ ഉരുവിട്ടതുകൊണ്ടോ ഒരാൾ പണ്ഡിതനാകുന്നില്ല. മാനവ നിർമ്മാണ വിദ്യാഭ്യാസം, മാൻ മേക്കിംഗ് എഡ്യൂക്കേഷനാണ് നമുക്കാവശ്യം. അഭിലഷണീയമായ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയാണ് വിദ്യാലയ ധർമ്മം. അനുഭവ പരമ്പരയുടെ ഉദ്ഗ്രന്ഥനമാണ് ഗവേഷണങ്ങൾക്ക് വഴിവെക്കുന്നത്. മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. ഏകാഗ്രത അഥവാ ശ്രദ്ധ ഉണ്ടാക്കാനുള്ള രീതിയാണ് അധ്യാപകർ സ്വീകരിക്കേണ്ടത്. സ്വയം പഠനത്തിന് അവരെ യോഗ്യരാക്കിയാൽ അവർ തന്നെ പഠിച്ചുകൊള്ളും.
മനസ്സാ വാചാ കർമ്മണ സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളായിരിക്കണം അധ്യാപകർ. മഹാത്മാഗാന്ധി കാലഘട്ടം 1869 മുതൽ 1948 വരെ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ലാത്തതും സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സ്വയം പഠിക്കാനും സ്വതന്ത്രമായി വളരാനും അവനെ സന്നദ്ധരാക്കാൻ കഴിയുന്നതുമായിരിക്കണം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായി ഗാന്ധിജി പറയുന്നത് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യം, സ്വയാശ്രയശീലം, ശാരീരികവും മാനസികവുമായ വ്യക്തിത്വ വികാസം. ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത് പ്രവർത്തനങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസമാണ്. ഒരു കൈത്തൊഴിലിലൂടെ ആയിരിക്കണം എല്ലാ വിഷയങ്ങളും പഠിക്കേണ്ടത് എന്നത് ആരുടെ വിദ്യാഭ്യാസ ദർശനമായിരുന്നു ഗാന്ധിജി. കൈത്തൊഴിൽ പരിശീലനം നൽകുന്നതിലൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ശരീരവും മനസ്സും ഏകോപിപ്പിച്ച് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാലയങ്ങൾ അവലംബിക്കേണ്ട ബോധനരീതി പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായിരിക്കണം എന്നതാണ്. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം കഴിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അടിയന്തര ലക്ഷ്യങ്ങളായി ഗാന്ധിജി കണക്കാക്കിയിരുന്നത്: 1. സ്വയാശ്രയത്വം. സ്കൂൾ വിദ്യാഭ്യാസം തന്നെ തൊഴിൽ ചെയ്തുകൊണ്ട് സ്വയാശ്രയമാക്കണം. 2. വ്യക്തിത്വ സംസ്കരണത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സാംസ്കാരിക ലക്ഷ്യമായി ഗാന്ധിജി പരിഗണിച്ചു. 3. മനുഷ്യൻ്റെ എല്ലാ ശേഷികളുടെയും സമതുലിതമായ വികാസമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. 4. കുട്ടികളിൽ സന്മാർഗ ചിന്തയും സൽസ്വഭാവം വികസിപ്പിക്കലും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി ഗാന്ധിജി പരിഗണിച്ചു. 5. ആത്മസംസ്കരണത്തോടൊപ്പം സാമൂഹ്യ ബോധമുള്ള മികച്ച പൗരനായി വളരാനും വിദ്യാഭ്യാസം ഉതകണം. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മയുടെയും പരിപൂർണ പ്രകാശനമാണ്, അല്ലാതെ കേവലമായ അക്ഷരാഭ്യാസ്യമല്ല. ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം. നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ പ്രാപ്തനാക്കാത്ത വിദ്യാഭ്യാസം നിഷ്പ്രയോജനമാണ്. ഗ്രാമത്തിലെ ദരിദ്രൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാവണം വിദ്യാഭ്യാസം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാക്കണം. വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള വഴി അതിനെ സ്വയാശ്രയമാക്കലാണ്. കുട്ടികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭാഗിക തൊഴിൽ കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഭാഗിക തൊഴിൽ കൂടി നിർബന്ധമാക്കുന്നത് കേവലം വിദ്യാഭ്യാസത്തിന് വേണ്ട പണമുണ്ടാക്കാനല്ല, തൊഴിൽ ചെയ്യുന്നത് വ്യക്തിത്വ പരിശീലനം കൂടിയായിട്ടാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. ഭാവി ജീവിതത്തിന് ഉതകുന്ന തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടാവണം. സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നാം ആരംഭിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെ ആകണം. പരിസ്ഥിതി ബന്ധിതമാകണം വിദ്യാഭ്യാസം. ഭാഷയും സാഹിത്യവും പഠിക്കണം, എന്നാൽ മാതൃഭാഷയെ വിസ്മരിക്കുകയും അരുത്. പ്ലേറ്റോ സ്ഥാപിച്ച തത്വചിന്താ പാഠശാലയാണ് അക്കാദമി. അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച പാഠശാല ലൈസിയം. ടാഗോർ സ്ഥാപിച്ച വിശ്വവിദ്യാലയം വിശ്വഭാരതി. അരബിന്ദോ ഘോഷ് കാലഘട്ടം 1872 മുതൽ 1950 വരെ. മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകൾ വികസിപ്പിക്കുക, അറിവ്, സ്വഭാവം, സംസ്കാരം എന്നിവ ഉത്തേജിപ്പിക്കുക എന്നഭിപ്രായപ്പെട്ടത് അരബിന്ദോ ഘോഷാണ്. അധ്യാപനത്തേക്കാൾ പ്രാധാന്യം അധ്യയനത്തിന് ആയിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദോ ഘോഷാണ്. പ്ലാസ്റ്റിക് വസ്തുക്കളെ അടിച്ചു മയപ്പെടുത്തുന്നത് പോലെ കുട്ടികളെ നമ്മുടെ ഇഷ്ടത്തിന് രൂപപ്പെടുത്തുകയാണോ വേണ്ടത്? അല്ല. ഓരോ കുട്ടിയും സ്വയം വികസിക്കുന്ന ആത്മാവാണെന്ന് രക്ഷിതാക്കളും അധ്യാപകരും മനസ്സിലാക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷിൻ്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിൻ്റെ 5 തലങ്ങളാണ്: 1. കായികം ഫിസിക്കൽ, 2. പ്രാവീണ്യം വിറ്റൽ, 3. മാനസികം മെൻ്റൽ, 4. ആത്മീയം സൈക്കിക്, 5. ആധ്യാത്മികം സ്പിരിച്വൽ.
അരബിന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരിയിലാണ്. അരബിന്ദോ ഘോഷിൻ്റെ പ്രധാന കൃതികൾ ദിവ്യജീവിതം, ദ ലൈഫ് ഡിവൈൻ, യോഗ സമുന്നയം, ദ സിന്തറ്റിക് ഓഫ് യോഗ, ഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറകൾ, ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, സാവത്രി. ശിശു സൗഹൃദ രീതികളെ വിവരിക്കുന്ന ജാപ്പനീസ് ഗ്രന്ഥമാണ് ടോട്ടോചാൻ. ടോട്ടോചാൻ രചിച്ചത് തെത്സുക്കോ കുറോയാനഗി. ചില വിദ്യാഭ്യാസ നിർവചനങ്ങൾ. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം. സ്വാമി വിവേകാനന്ദൻ. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പു നിറഞ്ഞവയാണ്, ഫലം മധുരമുള്ളതും. അരിസ്റ്റോട്ടിൽ. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല. യൂക്ലിഡ്. കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുത്, അവരുടെ സർഗാത്മകതകൾ അടിച്ചമർത്തരുത്, അവരോട് സദാ കരുണ കാണിക്കണം. ടാഗോർ. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ടാഗോർ. ഒരു വ്യക്തിയുടെ താൽപ്പര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഉപാധിയാണ് വിദ്യാഭ്യാസം. ജിദ്ദു കൃഷ്ണമൂർത്തി. ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഇന്ദിരാഗാന്ധി. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണ്. ജോൺ ഡൂയി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.